ഉരുളൻതണ്ണിയിൽ ബസ് ഇറങ്ങിയ ഇടം അവിടെയാണ് ഇപ്പോൾ അഞ്ജന നിൽക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ അർജുൻ നിൽക്കുന്ന ഇടം വരെ എത്ര ദൂരമുണ്ട്? എത്ര ദൂരം നടന്ന് എത്തുമ്പോഴാണ് ആനയുടെ മുന്നിൽ പെടുന്നത്? സുജയ, ഈ ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് എൽദോസിന്റെ വീട്ടിലേക്ക്. ആ വഴിയിൽ ഏകദേശം പകുതിയോളം ദൂരം എൽദോസ് സഞ്ചരിച്ചിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഈ ബസ് സ്റ്റോപ്പിന്റെ എതിർവശമുള്ള കാട്ടിനുള്ളിലാണ്. ഈ കാട്ടിൽ നിന്നുമാണ് ഇന്നലെ കാട്ടാന ഇറങ്ങി വന്ന് എൽദോസിനെ ആക്രമിച്ചത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട അതേ സ്ഥലമാണിത്. ഇവിടെ നിന്നുമാണ് ആനകൾ കൂട്ടമായി വന്ന് നാട്ടുകാരെ ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കാട്ടാനയുടെ ഭീതി എപ്പോഴും ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ക്നാച്ചേരിയിൽ ആദ്യത്തെ മരണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ മരണങ്ങൾ തുടർച്ചയായിട്ടുള്ള ഒരു വാർത്തയാണ്. ഒരു വർഷത്തിൽ ഒരു മരണമെങ്കിലും ഇവർ കേൾക്കേണ്ടി വരുന്നുണ്ട്. അതല്ലാതെ ഈ ആന ഓടിച്ചുള്ള സംഭവങ്ങളെല്ലാം തന്നെ നിരവധിയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വഴിയാണെങ്കിലും ആനകളുടെ സ്ഥിരം സഞ്ചാര വഴിയാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് പോലെ സ്ഥിരം അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാതയാണ്. അതിനാൽ തന്നെ എന്നും ഭീതിയോടെ കഴിയേണ്ട ഒരു സാഹചര്യമാണ്. ഈ പ്രദേശത്ത് നിന്നെല്ലാം തന്നെ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നാട്ടുകാരോട് ചോദിച്ചപ്പോഴാണെങ്കിലും അവർ പറയുന്നത് ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നും ഭീതിയോടെയാണ് കഴിയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് തങ്ങളുടെ വീടിന് മുൻപിലായിരിക്കും ചിലപ്പോൾ കാട്ടാന വന്ന് നിൽക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വേണ്ടത് ഒരു പരിഹാരമാണ്, അല്ലെങ്കിൽ സുരക്ഷിതമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അത് തന്നെ ആണ് അവർ ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി 6 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധ പരിപാടികൾ അവർ നടത്തിയത്. അതുകൊണ്ട് തന്നെ അവർ ചില ആവശ്യങ്ങളെങ്കിലും നേടിയെടുത്തു എന്ന് പറയാം. തങ്ങളുടെ ജീവിതമോ ഇപ്പോൾ ഭീതിയിലാണ്. ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും സമാധാനത്തോടെ ഉറങ്ങണം. അതുമാത്രമാണ് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ നമ്മളുള്ളത് ഉൾക്കാട്ടിലാണ്. ഇതിനുള്ളിൽ എവിടെയോ തന്നെ ഈ കാട്ടാന ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ മൃഗത്തെ ട്രേസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ കളക്ടർ ഇന്നലെ അറിയിച്ചതാണ്. അതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മൃഗത്തെ ട്രേസ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രദേശത്തേക്ക് ഇന്നലെ കാട്ടാന റോഡിൽ നിന്നും ഓടിപ്പോവുകയായിരുന്നു. നമ്മൾ ഇന്നലെ ആദ്യം കണ്ടത് ഈ മൃതദേഹം റോഡിൽ കിടക്കുന്ന ഒരു ഓട്ടോ ചേട്ടനെയാണ്. ഈ റോഡിൽ കിടക്കുന്നത് ആദ്യം കണ്ട ഈ ഓട്ടോ ചേട്ടൻ പറയുന്നത് മറ്റുള്ളവർ ഇത് കണ്ട് പേടിച്ച് നിൽക്കുകയായിരുന്നു. താനാണ് ധൈര്യസമേതം മുന്നോട്ട് വന്ന് ഇത് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചത് എന്നാണ്. കാരണം അത്ര ദയനീയമായ കാഴ്ചയാണ് അവിടെ കണ്ടത്. ആർക്കും തന്നെ പോകേണ്ട, ആനപ്പിണ്ടമൊക്കെ ആ വഴിയിൽ കിടക്കുന്നുണ്ട്. ആന വന്നാൽ അഞ്ജനയ്ക്ക് അത്ര വേഗത്തിൽ ഓടി ആനയുടെ മുന്നിൽ നിന്ന് മാറാൻ കഴിയില്ല. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിന്റെയും സുരക്ഷിതത്വം നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ സുരക്ഷിതമായി മാത്രം ദൃശ്യങ്ങൾ പകർത്തുക. ഉൾക്കാട്ടിൽ നിന്ന് ആന ഇറങ്ങി വരുന്ന ആനത്താരെയാണ് അഞ്ജന കാണിച്ചു തന്നത്. കുട്ടമ്പുഴയിലെ ഈ പ്രദേശത്ത് ആനയുടെ ഒരു വിഹാര രംഗമായി തന്നെ മാറിയിരിക്കുകയാണ്. ഇന്നലെ എൽദോസിനെ ചവിട്ടി പിളർത്തിയ ആ കാട്ടാന ഈ ഉൾക്കാട്ടിൽ എവിടെയോ ഉണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.